ഇന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമായി തോന്നുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം വരും, പോളിംഗ് ബൂത്തിൽ പോകും, ഒരു ബട്ടൺ അമർത്തും, അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൽ മുന്നിൽ മുദ്രയിടും. പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ജനങ്ങൾക്ക് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആദ്യകാല ലോകത്ത് രാജാവിനെ തീരുമാനിച്ചത് ജനങ്ങളല്ല, അധികാരം ലഭിച്ചത് ശക്തിയിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ, അതുമല്ലെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ചതിലൂടെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് മനുഷ്യ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചത്. ലോകത്തിലെ ആദ്യത്തെ വോട്ടിംഗ് സിസ്റ്റം രൂപപ്പെട്ടത് പുരാതന ഗ്രീസിലെ അഥൻസ് നഗരത്തിലാണ്. BC 5-ാം നൂറ്റാണ്ട് അഥൻസ് ഒരു ചെറിയ നഗരം മാത്രമായിരുന്നെങ്കിലും അവിടെ ജനിച്ച ആശയം പിന്നീട് ലോകത്തെ തന്നെ മാറ്റി. അവിടെ ഒരു ചിന്ത ഉയർന്നു: രാജ്യം ഭരിക്കേണ്ടത് ഒരാൾ മാത്രമാകരുത്, ജനങ്ങൾ തന്നെ ഭരണത്തിൽ പങ്കാളികളാണ്. ഇതായിരുന്നു ഡെമോക്രാസിൻ്റെ തുടക്കം. ഡെമോക്രാസി എന്ന വാക്ക് തന്നെ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. ഡീമോസ് എന്ന അധികാരം, അതായത് ജനങ്ങളുടെ അധികാരം, അതാണ് ഡെമോക്രസി. അഥൻസ് നഗരത്തിലെ പൗരന്മാർ ഒന്നിച്ചു കൂടിയിരുന്നു. രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ അവർ തന്നെ എടുത്തു. ഇന്ന് ഉള്ളതുപോലെ ഇലക്ട്രോണിക് മെഷീനുകളൊന്നും തന്നെ അന്നില്ലായിരുന്നു. പേപ്പർ ബാലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ വോട്ടിംഗ് രീതി വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ചെറിയ കല്ലുകൾ, മൺതകിടുകൾ, മരച്ചിപ്പുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ജനങ്ങൾ തുറന്ന മൈതാനിയിൽ ഒത്തുകൂടും. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ചിലപ്പോഴൊക്കെ കൈ ഉയർത്തിയാണ് വോട്ട് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ രഹസ്യമായ രീതിയും കൊണ്ടുവന്നു. അതിനെ ഓസ്ട്രാസിസം എന്ന് വിളിച്ചു. ഒരു നേതാവ് രാജ്യത്തിന് അപകടകരമാണെന്ന് ജനങ്ങൾ കരുതിയാൽ അവൻ്റെ പേര് മൺതകിടിയിൽ എഴുതി സമർപ്പിക്കും. ആ പേര് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയാൽ ആ വ്യക്തിയെ 10 വർഷത്തേക്ക് നഗരത്തിൽ നിന്ന് പുറത്താക്കും. ഇത് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ സുരക്ഷാ സംവിധാനമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അതൊരു ശിക്ഷയല്ലായിരുന്നു, പക്ഷേ അധികാരം ഒരാളുടെ കയ്യിൽ അപകടകരമായി മാറാതിരിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനമായിരുന്നു. ഇത് ഇന്നത്തെ ഇംപീച്ച്മെൻറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ തുടക്കമായി കരുതപ്പെടുന്നു. എന്നാൽ ഒരു പ്രധാന സത്യവുമുണ്ട്: അഥൻസ് ജനാധിപത്യം എല്ലാവർക്കും അവകാശം നൽകിയിരുന്നില്ല. സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അടിമകൾക്കും വിദേശികൾക്കും അതുപോലെ പങ്കാളിത്തമുണ്ടായിരുന്നില്ല. പൗരന്മാരായ പുരുഷന്മാർക്കായിരുന്നു വോട്ടവകാശം. അതായത് ജനാധിപത്യത്തിൻ്റെ ആദ്യ പതിപ്പ് പരിമിതമായിരുന്നു എന്നർത്ഥം. പക്ഷേ ആശയം ലോകത്ത് വിത്തായി വിതച്ചു കഴിഞ്ഞിരുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറം റോമൻ റിപ്പബ്ലിക് ജനങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തി. പിന്നീട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പാർലമെൻറ്റ് സംവിധാനം വികസിച്ചു. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും വലിയ രാഷ്ട്രീയ വിപ്ലവങ്ങൾ നടന്നു. അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ജനാധിപത്യ ആശയത്തെ ശക്തമാക്കി. ഭരണം ജനങ്ങൾക്കായി, ജനങ്ങളാൽ എന്ന ചിന്ത ലോകമെമ്പാടും വ്യാപിച്ചു തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ വോട്ടിംഗ് സിസ്റ്റം മാറി. കല്ലുകൾ, പേപ്പർ ബാലറ്റ്, രഹസ്യ വോട്ടെടുപ്പ്, ഇലക്ട്രോണിക് മെഷീൻ, അങ്ങനെ പലതും മാറി മാറി വന്നു. ഇന്ന് ചില രാജ്യങ്ങളിൽ ഓൺലൈൻ വോട്ടിംഗ് പോലും പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഥൻസിൽ ആരംഭിച്ച ഒരു ലളിതമായ ആശയമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സ്വന്തം ഭാവി തീരുമാനിക്കാനുള്ള അവകാശം. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും തിരഞ്ഞെടുപ്പ് നടത്തുന്നു. വിവിധ രീതികളുണ്ടെങ്കിലും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്: അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നത്. ഒരു ചെറിയ നഗരത്തിലെ പരീക്ഷണം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനമായി മാറി. ഓരോ വോട്ടും ഒരു വ്യക്തിയുടെ ശബ്ദമാണ്, ഒരു സമൂഹത്തിൻ്റെ തീരുമാനമാണ്, ഒരു രാജ്യത്തിൻ്റെ ദിശയാണ്. അതുകൊണ്ടാണ് വോട്ടിംഗ് സിസ്റ്റം വെറും രാഷ്ട്രീയ പ്രക്രിയയല്ല, മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്.